عفوك أعظم إن كان لا يرجوك إلا محسن فمن الذي يدعو ويرجو الآثم أدعوك ربي كما أمرت تضرعا فلئن رددت يدي فمن ذا يرحم ما لي إليك وسيلة إلا الرجاء وجميل ظني ثم إني مسلم. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാം ഉള്ളത്. അള്ളാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗഭവനത്തിലും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്നാദ്യം ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി പെട്ടെന്നൊരു പ്രധാനം പറയാറുണ്ടാകും, എത്ര പെട്ടെന്നാണല്ലേ റമദാൻ നമ്മളിൽ നിന്ന് മാഞ്ഞുപോയത് എന്ന് ഞാൻ പറയാതെ അവസരം പറയും. അതുകൊണ്ട് എന്നോടും കേൾക്കുന്ന നിങ്ങളോടും പറയാനുള്ളത്, കഴിവിന്റെ പരമാവധി റമദാൻ മുതലാക്കി എടുക്കുക. എത്ര കഴിയുന്നോ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കഴിവിന്റെ അത്ര നിങ്ങൾ അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്യാൻ ശ്രമിക്കുക. ചുരുങ്ങിയത് തെറ്റ് ചെയ്യാൻ തീരെ ശ്രമിക്കാതിരിക്കുക. എന്ത് തെറ്റിന് അവസരം വന്നാലും ഇത് അള്ളാഹു എനിക്ക് ബഹുമാനിച്ചു തന്ന ഒരു മാസമാണ്, ഇതിൽ ഞാൻ തെറ്റ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായും നമ്മെ അള്ളാഹു നന്നാക്കും, സംശയമില്ല. റമദാൻ നമുക്ക് അള്ളാഹു തരുന്നത് തന്നെ നമ്മുടെ ദോഷങ്ങളെ പൊറുക്കാനാണ്, നാം മുത്തഖിയാവാനാണ്, അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാനാണ്. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥത്തെ കുറിച്ച് ഈ മാസം ഈ ഉമ്മത്തിന്റെ ദോഷങ്ങളെ പൊറുക്കും, അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ മാസത്തിലേക്ക് റമദാൻ എന്ന് പേര് വെച്ചത് എന്ന് ഒരു കൂട്ടം മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റൊന്ന്, ഈ മാസത്തിൽ റമദാൻ നമ്മുടെ ദോഷങ്ങളെ അള്ളാഹു കരിച്ചു കളയുന്ന മാസമാണ്. അതുകൊണ്ടാണ് റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം കരിച്ചു കളയുക എന്നാണ്. നമ്മുടെ ദോഷങ്ങളെ കഴിഞ്ഞ 11 മാസം ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത ദോഷങ്ങൾ അല്ലാഹു കരിച്ചു കളയുന്ന മാസമാണ്. അതുകൊണ്ടാണ് റമദാൻ എന്നതിലേക്ക് പേര് വെച്ചത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മെ ശുദ്ധിയാക്കാനാണ് ഈ മാസം. അതുകൊണ്ട് നാം ശുദ്ധിയാകാൻ തയ്യാറാണ്. അള്ളാഹു പൊറുത്തു തരാൻ തയ്യാറുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങനെയാണല്ലോ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ഖുൽ, നബിയെ അങ്ങ് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരങ്ങളെ ദോഷങ്ങളുടെ മേലിൽ മാത്രം മൂടിയ മനുഷ്യന്മാരോട് അള്ളാഹു പറയാൻ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത് എന്ന് പറയുകയാണ്. അബൂ നുവാസ് എന്നവർ പറയുന്ന ഒരു മഹാന്റെ സംഭവം ചരിത്രങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അറബി സാഹിത്യത്തിൽ, അറബി കവിതയിൽ വലിയ കഴിവുണ്ടായിരുന്ന മഹാൻ. ഞാനിപ്പോൾ തുടക്കത്തിൽ പാടിയ ഒരു ബൈത്ത് അദ്ദേഹമാണത് പാടിയത്. അവസാനം അള്ളാഹുവിൽ അർപ്പിച്ച് ജീവിതം അർപ്പിച്ചപ്പോ അദ്ദേഹം പാടിയ ഒരു പാട്ടാണ്, അറബി കവിതയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പാടി കേൾപ്പിച്ചത്. ആ മഹാൻ മരിച്ചപ്പോ ആ നാട്ടിലെ ആൾക്കാർ അദ്ദേഹത്തെ കണ്ടു, ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഖബറിലെ അവസ്ഥ? അവിടുന്ന് പറഞ്ഞു, ഞാൻ ഇതൊക്കെ തെറ്റ് ചെയ്തിരുന്നു എങ്കിലും അള്ളാഹു ആകുന്ന പടച്ച തമ്പുരാനിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് റഹ്മാനായ അള്ളാഹു എനിക്ക് പുറത്തു തന്നു, ഞാൻ ചെയ്ത തൗബ കൊണ്ട്. മറ്റൊന്ന്, ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു കവിത പാടിയിരുന്നു.
അത് കാരണമായിട്ടാണ് എനിക്ക് പുറത്തു തന്നത്. ആ കവിതയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. യാ റബ്ബി ഇൻ അഅദമത് ദുനൂബി കസറതൻ, യാ റബ്ബി ഇൻ അഅദമത് ദുനൂബി കസറതൻ, എന്റെ ദോഷം എത്ര അധികമാണ് എങ്കിലും ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅളമു, തീർച്ചയായും അല്ലാഹുവേ എന്റെ ദോഷത്തിനേക്കാൾ എത്രയോ വലുതാണ് നിന്റെ അഫ്വ് എന്ന് ഞാൻ അറിയുന്നുണ്ട് അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാം, ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ, നിനക്ക് ആഗ്രഹം നന്മ ചെയ്യുന്നവർ മാത്രമാണ് എങ്കിൽ ഫമനില്ലദീ യദ്ഉ വയർജുൽ ആഫിമു, ഞാൻ തമ്മാടിയാണ്, ഞാൻ ദോഷിയാണ്, എനിക്കൊരാഗ്രഹമുണ്ട്, നിന്നോട് ഒരു പ്രതീക്ഷയുണ്ട്. നിനക്ക് നന്മ ചെയ്യുന്നവരെ മാത്രമാണ് താല്പര്യമെങ്കിൽ ഞാനൊക്കെ ആരോടാണ് ദുആ ചെയ്യുന്നത്? അക്രമിയായ ഞാൻ, ദോഷിയായ ഞാൻ ആരോടാണ് ദുആ ചെയ്യേണ്ടത്? അതുകൊണ്ട് അല്ലാഹുവേ അദ്ഉക റബ്ബി കമാ അമർത തളറുആ, എന്റെ റബ്ബാകുന്ന നിന്നോട് ഞാൻ അന്ന് താഴ്മയോട് ദുആ ചെയ്യുന്നുണ്ട്. ഫലഇൻ റദദ്ത യദീ ഫമൻ ലാ യർഹമു, എന്റെ ഈ കൈ നീ തട്ടിക്കളഞ്ഞാൽ ഫമൻ ലാ യർഹമു, ഇനി മറ്റാരാണ് എന്നോട് കരുണ കാണിക്കുക? മറ്റാരാണ് എന്നോട് പൊറുക്കുക? മറ്റാരോടാണ് ഞാൻ പറയാൻ? അതുകൊണ്ട് മാലി ഇലൈക വസീലത്തുൻ ഇല്ലാ റജാ, എന്റെ ആഗ്രഹം നീയല്ലാതെ മറ്റൊന്നില്ല. ഞാൻ എത്ര തമ്മാടിത്തം ചെയ്യട്ടെ, എന്റെ പാട്ടോ എന്റെ കവിതയോ എന്ത് മോശമായിരുന്നോട്ടെ, ഈ സമയത്ത് ഞാൻ നിന്നോട് പറയുന്നത് മാലി ഇലൈക വസീലത്തുൻ ഇല്ലാ റജാ, നിന്നോടല്ലാതെ ഒരു ആഗ്രഹം എനിക്കില്ല. വജമീലു വന്നി സുമ്മ ഇന്നി മുസ്ലിമു, നിന്നെ കുറിച്ച് എനിക്ക് നല്ല ഭാവനയാണ്, ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് പൊറുത്തു തരണേ. ആവർത്തിച്ച് ഈ ബൈത്ത് ഇങ്ങനെ പാടിയിരുന്നു. അത് കാരണം എനിക്ക് അല്ലാഹു പൊറുത്തു തന്നു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ എല്ലാം എന്റെയും ഹൃദയാന്തരങ്ങളിൽ, മുഅ്മിനീങ്ങളുടെയും ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടായാൽ ഒരിക്കലും പരാജയപ്പെടില്ല. അല്ലാഹു റഹ്മാനാണ്. രണ്ട് മനുഷ്യന്മാരെ കുറിച്ച് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. രണ്ട് കൂട്ടുകാരാണ്. ഒരു മനുഷ്യൻ നല്ലോണം ഇബാദത്ത് ചെയ്യും, മറ്റൊരു മനുഷ്യൻ നല്ലോണം തമ്മാടിത്തം ചെയ്യും. പക്ഷെ തമ്മാടിത്തം ചെയ്യണമെന്നല്ല പറയുന്നതിന്റെ അർത്ഥം, ഓൻ വിവരമില്ലാതെ അങ്ങനെ ചെയ്യുമ്പോ നല്ലത് ചെയ്യുന്ന ഈ സഹോദരൻ എപ്പം പറയും, നീ എപ്പോഴും അള്ളാഹ്ക്ക് മോശം ചെയ്യാല്ലേ, എനിക്ക് അല്ലാഹു പൊറുക്കൂല. ഇവനെ നിരാശനാക്കി. പക്ഷേ ഇവന്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് അല്ലാഹു പൊറുത്തു തരുമെന്നുള്ളത്. അല്ലാഹു ഈ രണ്ടാളെയും നാളെ, കാരണം ഓൻ എന്റെ അടിമകളോട് പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് അവരിക്കാണ് മാപ്പില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഞാൻ പൊറുത്തു തരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉള്ളിൽ ഒരു പ്രതീക്ഷ, ഇസ്ലാമിയത്ത്, അള്ളാഹുവിനോടുള്ള ചിന്ത ഉണ്ടായിരുന്നു. അവനെ നിങ്ങൾ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് കടത്തണം. നാം ചിന്തിച്ചു നോക്ക്, ആരെയും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. എല്ലാ തലമുറയും നമ്മുടെ മക്കളോട്, നമ്മുടെ കൂട്ടുകാരോട്, സഹോദരന്മാരോട്, നാട്ടുകാരോട്, അയൽവാസികളോട് ഒക്കെയും ഞാൻ പറയേണ്ടത്, പ്രതീക്ഷ നഷ്ടപ്പെടേണ്ടവരല്ല, നാം പ്രതീക്ഷിച്ചു നിൽക്കേണ്ടവരാണ്. അള്ളാഹു പൊറുക്കും, അള്ളാഹു എന്നോട് റഹ്മത്ത് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ ഓരോ മുഅ്മിനിനും ഉണ്ടായാൽ തീർച്ചയായും അല്ലാഹുവാകുന്ന പടച്ച തമ്പുരാൻ നമുക്ക് പൊറുത്തു തരാൻ കാത്തു നിൽക്കുന്നവനാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് അല്ലാഹു പൊറുത്തു തരോ എന്നാലും നിരാശനാകണ്ട. അല്ലാഹുവിന്റെ അർശിന്റെ മുകളിൽ എഴുതി വെച്ച ഒരു പദം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, സബഖത്ത് റഹ്മതി, എന്റെ റഹ്മത്ത് എന്റെ കോപത്തെക്കാൾ മുൻകടന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് വലുതാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാണെന്ന് ഞാൻ പറയാ, 100 റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്താണ് അല്ലാഹു ദുനിയാവിലേക്ക് അയച്ചത് എന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് കോടാന കൂടി മനുഷ്യർക്ക്, ആ മനുഷ്യരിൽ
മുസ്ലിമിനിക്ക്, അമുസ്ലിമിനിക്ക്, നിരീശ്വരവാദികൾക്ക്, ലോകത്തെ ഏതെല്ലാം ജാതികളുണ്ട് എല്ലാവർക്കും. അത് കഴിഞ്ഞോ, ഏതെല്ലാം രീതിയിലുള്ള പക്ഷികളുണ്ട്, മറ്റുള്ള മൃഗങ്ങളുണ്ട്, കടലിലും കരയിലുമായി എന്തെല്ലാം ജീവികളുണ്ട്. ഇതിനൊക്കെ റഹ്മത്ത് ചെയ്യുന്നത് ദുനിയാവിലേക്ക് അല്ലാഹു അയച്ച ഒരു റഹ്മത്തിൽ എന്നാണ്. ഏതുവരെ ഒരു കോഴി, ഒരു അമ്മക്കോഴി, എന്താ പിടക്കോഴി, അതിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അതിലേക്ക് ചിറക് താഴ്ത്തി കൊടുക്കുന്നത് വരെ അള്ളാഹുവിന്റെ ഈ റഹ്മത്തിന്റെ ഒരു റഹ്മത്തിന്റെ വക ഇനിയും 99 റഹ്മത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ പിടിച്ചു വെച്ച റഹ്മത്തിൽ നിന്നാണ് നാളെ കോടാനക്കോടി അടിമകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നത്. അപ്പോ അള്ളാഹു പുറത്തു തരുന്നതിനെ ഞാൻ പ്രതീക്ഷിക്കണ്ടേ? തീർച്ചയായും ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകണം. ഒരു മനുഷ്യനെ കുറിച്ച് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് മോശത്തരം ചെയ്ത ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ അയാൾ ഇങ്ങനെ വരും. ആ മനുഷ്യന് എന്താ പറഞ്ഞതെന്നറിയോ? മരിക്കാൻ കിടക്കുമ്പോ കുടുംബക്കാരോടൊക്കെ പറഞ്ഞു, ഞാൻ ഏതായാലും മോശപ്പെട്ട ഒരുത്തനല്ലേ, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പങ്കാളിത്തം ചെയ്തതുകൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരൂല എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ മരിച്ചപ്പോ എന്നെ നിങ്ങൾക്ക് ഭസ്മമാക്കണം, കത്തിക്കണം. കത്തിച്ചിട്ട് പകുതി നിങ്ങൾ കടലിലും പകുതി കരയിലും ഇടണം. ആ മനുഷ്യർക്ക് അങ്ങനെ ഒരു വിശ്വാസം വന്നു. അങ്ങനെ ഒന്നും നാളെ ഏതായാലും ആഹ്റത്തിൽ ഉണ്ടാവൂല. അങ്ങനെ വന്നിട്ട് ആ മനുഷ്യനെ കുറിച്ച് നിമിത്തങ്ങൾ പറയാ, നാളെ ആഹ്റത്തിൽ അല്ലാഹു വാങ്ങുന്ന പടച്ച തമ്പുരാന്റെ മുമ്പിൽ അവനെങ്ങനെ ഹാജരാണ്. ആ മനുഷ്യനോട് ചോദിക്കും, അല്ല നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവോട് പറയും, അല്ലാഹു ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്റെ വിവരമില്ല ഇതുണ്ട്. പക്ഷേ എനിക്ക് നിന്നിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നീ എനിക്ക് പുറത്തു തരൂല എന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് റബ്ബേ, നീ എന്റെ റബ്ബ എന്ന് ആ മനുഷ്യൻ പറയും. ആ മനുഷ്യനെ അല്ലാഹു അവയാൾ അങ്ങനെയല്ലേ ചെയ്തത്, ഓനെ കൊണ്ടുപോയി നിങ്ങൾ സ്വർഗത്തിലിടണമെന്ന് മലക്കുകളോട് പറയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കരുണ കണ്ടില്ലേ നിങ്ങൾ? മറ്റൊരു അവസരം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ വരാൻ, അറാബിയായ ഒരു മനുഷ്യൻ പക്ഷിക്കുഞ്ഞുങ്ങളുമായിട്ട് വരാൻ. പക്ഷിയുടെ അമ്മയുമുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. ചോദിച്ചു, അല്ല ഇതെന്താണ് വസ്തു നിങ്ങളുടെ കയ്യിൽ കെട്ടെന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ നബിയെ ഒരു പക്ഷി കുഞ്ഞുങ്ങള് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തിട്ട് ഈ തുണിയുടെ ഉള്ളിലാക്കി. എന്റെ തലയുടെ മുകളിൽ അതിന്റെ അമ്മ ഇങ്ങനെ പാടാൻ തുടങ്ങി. ആ സമയത്ത് ചെറിയ കുഞ്ഞു പക്ഷികളായതുകൊണ്ട് അതിലേക്ക് അവിടെ നിന്ന് പാടാൻ കഴിയുന്നില്ല. ഉടനെ ആ അമ്മ പക്ഷിയും അവിടെ തന്നെ ഇരുന്നു. നബി തങ്ങൾ ചോദിച്ചു, ആ കുഞ്ഞുങ്ങളാളേക്ക് ആ അമ്മ പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല നബിയെ. അപ്പോഴാണ് നബി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്, തിരിച്ചു പറയുന്നത്, ഓ സഹാബ, ഈ അമ്മ ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കരുണയുണ്ടല്ലോ, ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ റഹ്മത്തുടയവനാണ് അല്ലാഹുവാകുന്ന പടച്ച തമ്പുരാൻ അടിമകളോട് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാളും അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ഒരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല നബിയെ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാനും പ്രവേശിക്കില്ല, അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലല്ലാതെ. ഇത് പറഞ്ഞ് ഒരു സംഭവം നബി തങ്ങളുടെ സഹാബത്തിലേക്ക് വിവരിച്ചു കൊടുത്തു. മുൻകാലങ്ങളിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇത് നമുക്കൊരു പാഠമാണ്. നമുക്കൊരു പാഠാമലുണ്ട് എന്ന് ചിന്തിക്കുന്ന നാം വളരെ പോയത്തൊക്കെ.
റമദാനാകുമ്പോ ഒന്ന് 4 റക്അത്ത് നിസ്കരിച്ചപ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്ക് വലിയ അമലുണ്ട് എന്നാണ്. ഒന്ന് നോമ്പ് നോക്കിയപ്പോ നമുക്ക് തോന്നുന്നത് നമുക്ക് അമലുണ്ട് എന്നാണ്. ഈ പാഠം ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കാം. ഒരു മനുഷ്യർക്ക് 500 വർഷം അല്ലാഹു ആയുസ്സ് കഴിഞ്ഞില്ല. 500 വർഷം ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തു. കുടിക്കാനും തിന്നാനും സകല സൗകര്യങ്ങളും അല്ലാഹു ആ മനുഷ്യർക്ക് അവിടെ എല്ലാം ഒരുക്കി കൊടുത്തു. അവസാനം ആ മനുഷ്യൻ മരിക്കും. ആഖിറത്തിലെത്തിയപ്പോ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, എന്റെ അമല് കൊണ്ടൊന്ന് എന്നെ സ്വർഗത്തിൽ കിടത്തോ. നമുക്കൊരു ആഗ്രഹമില്ലേ? കുറച്ച് ചെയ്യുമ്പോ 500 വർഷം ചെയ്ത ആളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ചെറുത് ചെയ്തപ്പോ അങ്ങനെ തോന്നില്ലേ, ഞാൻ കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിൽ കിടക്കുന്നത്. ഈ മനുഷ്യൻ അവിടെ നിന്ന് പറയുമ്പോ മലക്കുകളോട് അല്ലാഹു പറയുന്നു, ഈ മനുഷ്യനെ കൊണ്ടുപോയി നരകത്തിലിടണം. ആ മനുഷ്യൻ അല്ലാഹുവിനോട് അവിടെ കേടപേക്ഷിച്ചു, അല്ല റബ്ബേ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. അയാൾ അല്ലാഹു ആ മനുഷ്യനോട് ചോദിക്കുന്നു, 500 വർഷം നിന്റെ കണ്ണിന്റെ നിഅമത്ത് മാത്രം നിങ്ങൾ നോക്ക്, കൈയിന്റെ നിഅമത്ത് നോക്ക്, കാലിന്റെ നിഅമത്ത് നോക്ക്, ശരീരത്തിലുള്ള 360 പരം കണിപ്പുകൾക്ക് എത്ര നിഅമത്തുകൾ ഞാൻ തന്നു എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ തെറ്റിപ്പോയി, എനിക്ക് പൊറുക്കണേ. 500 വർഷം ആ മനുഷ്യൻ എന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ കിടക്കണം എന്ന് പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല അല്ലാഹു എനിക്ക്. കാരണം 500 വർഷം ചെയ്യണമെങ്കിൽ 500 വർഷം ആഫിയത്ത് കൊടുക്കണ്ടേ, 500 വർഷം ഭക്ഷണം കൊടുക്കണ്ടേ, 500 വർഷം വെള്ളം കൊടുക്കണ്ടേ, 500 വർഷം കിടക്കാൻ സൗകര്യം കൊടുക്കണ്ടേ, 360 പരം കടിപ്പുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സംരക്ഷിക്കണ്ടേ. ഇതൊക്കെ ചെയ്ത അല്ലാഹുവിന്റെ നിഅമത്തിനെ അയാൾ മറന്നുപോയി. അപ്പൊ അല്ലാഹു പറഞ്ഞു, അവനെ കൊണ്ടുപോയി നിങ്ങൾ നരകത്തിൽ കിടന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണാൻ തുടങ്ങിയാൽ അത് തീരൂല, എനിക്ക് അറ്റൂല. അതുകൊണ്ട് ولئن شكرتم لأزيدنكم ولئن كفرتم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ പേരിൽ അല്ലാഹു ആണെന്ന എനിക്ക് നന്ദി ചെയ്താൽ ലഅസീദന്നകും, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ അതിന് നന്ദി ചെയ്യാതെ മോശമായി തന്നെ പെരുമാറുകയാണ് എങ്കിൽ എന്റെ ശിക്ഷ കഠിനമാണ്, കഠോരമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റമദാനാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത്. മഹാന്മാർ പറഞ്ഞല്ലോ, അതാ റമദാനു മസ്റഅത്തൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി فأد حقوقه قولا وفعلا وزادك فاتخذه للمعاد. أتى رمضان مزرعة العباد. അടിമകൾക്ക് ഇബാദത്താകുന്ന കൃഷിയുണ്ട് ചെയ്യാൻ റമദാൻ ഇതാ വന്നിരിക്കുന്നു. ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി, ഫസാദിൽ നിന്ന് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ. അതുകൊണ്ട് മഹാന്മാര് പറയാ, വാക്കാലും പ്രവൃത്തിയാലും അതിന്റെ ഹക്കുകളെ നിങ്ങൾ അതിലേക്ക് വീട്ടി കൊടുക്കണം. വാക്കാൽ എന്താ വാക്ക്? ഖുർആൻ ഓതാ, മറ്റുള്ള എന്തൊക്കെയോ ചെയ്യാം. ഫീൽ എന്താണ്? പ്രവൃത്തി എന്താണ്? സദഖ കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക, മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താം. ഇപ്പോൾ മംഗലരിയിലേക്കും സഹചാരി പോലെയുള്ള പല പ്രവർത്തനങ്ങളിലേക്ക് പ്രവർത്തിച്ച് നാം സഹായിക്കാം. അതുകൊണ്ട് മഹാന്മാര് പറയാ, നിന്റെ ഭക്ഷണത്തെ നീ നാളേക്ക് വേണ്ടി ഒന്നും പരിശീലിപ്പിക്കണം.
ഒരാള് വിത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചില്ല, 2 മാസം അള്ളാഹുവിനെ ചോദിച്ചു അല്ലെ, 3-ാം മാസം ഒന്നും ഞാൻ ചെയ്തില്ല, അതിന്റെ ഹക്ക് പോലെ കിട്ടിയില്ല എങ്കിൽ നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും. ഏതുപോലെ ഇവിടെ നാം എന്തെങ്കിലും കൃഷിയുടെ ആവശ്യാർത്ഥം വിത്തുകൾ വിതറിയിട്ട് അതിനെ നോക്കാതെ അതിലേക്ക് വെള്ളമൊടിക്കാതെ വെച്ചാൽ എങ്ങനെയായിരിക്കും കഥ? അതുപോലെ ഇവിടെ ഒന്നും അല്ലാഹുവിന് വേണ്ടി ചെയ്തില്ല എങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് മഹാന്മാർ പറയാൻ ഞാൻ നിർത്തുകയാണ്. യാ ലല്ലദീ മാ കഫാഹു ദംബു ഫീ റജബി ഹത്താ അസാ റബ്ബഹു ഫീ ശഹ്രി ശഅബാനി. ഓ മനുഷ്യ, റജബിൽ അല്ലാഹുവിനെ ധിക്കരിച്ചു, പോരാത്തവനിക്ക് ശഅബാനിലും അല്ലാഹുവിനെ ധിക്കരിച്ചു. ലഖദ് അദല്ലക ശഹ്റു സൗഇ ബഅദഹുമാ ഫലാ തുസയ്യിർഹു അയ്ദൻ ശഹ്റു ഇസ്യാനി. റജബിന്റെയും ശഅബാനിന്റെയും ശേഷം പവിത്രമാക്കപ്പെട്ട റമളാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അതിനെ നിങ്ങൾ ശഹ്റു ഇസ്യാനി, ദോഷങ്ങളുടെ മാസമാക്കല്ല, തബാഴിത്വം ചെയ്യാനുള്ള മാസമാക്കല്ല, അല്ലാഹുവിനോട് പൊറുക്കൽ ചെയ്യാനുള്ള മാസമാക്ക്. വതിൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ വഖുർആനി. നിങ്ങൾ ആ മാസത്തിൽ ഒന്ന് ഖുർആൻ ഓത്, സുന്നത്തുകൾ വർദ്ധിപ്പിക്ക്, മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യ്. അത് ഖുർആൻ ഓതേണ്ട മാസമാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട മാസമാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നോട്ടങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. എല്ലാവർക്കും ക്ഷീണുണ്ടോ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ സുഖിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. റമളാനാണ്, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കണം, എല്ലാവരും പരസ്പരം ദ്വാരക്കണം. മുഅ്മിനീങ്ങൾക്കൊക്കെ വേണ്ടി, പരസ്പരം സഹോദരന്മാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കണം. മനസ്സിലുള്ള പകകളൊക്കെ ഒന്ന് വലിച്ചെറിയണം, ശുദ്ധമായ ഹൃദയത്തിന്റെ ഒരാളായി മാറണം. അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലെ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ചരിത്രം സൂചിപ്പിച്ചിരുന്നു നിങ്ങളോടൊക്കെ. ഒരു മനുഷ്യൻ നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ഒരു ചെരുപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ സാധുവായിട്ട് നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് വരുന്ന ഒരു സഹാബിയെ കുറിച്ച് അയാളെ കാണുമ്പോ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സ്വർഗത്തിന്റെ അവകാശിയാണ് കേട്ടോ. അവിടെ വലിയ വലിയ സഹാബികളൊക്കെ അവിടെയുണ്ട്. അവരെ കുറിച്ചൊന്നും പറയാതെ എന്തേ ഇയാളെ കുറിച്ച് പറയുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇയാളെ പിന്നാലെ ഒരു സഹാബി നടന്നു. വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഞാൻ ചെറിയൊരു വഴക്കിലാണ്, എനിക്കൊരു 2 ദിവസം ഇവിടെ താമസിക്കാൻ അവസരം തരുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ആയിക്കോട്ടെ, ഇവിടെ കിടന്നു. 3 ദിവസം അയാളെ കൂടെ താമസിച്ചിട്ട് വലിയ ഒരു അമലൊന്നും ചെയ്യുന്നത് കണ്ടില്ല. സാധാരണ എല്ലാവരും നിസ്കരിക്കുന്നു, അത്യാവശ്യം നിസ്കരിക്കുന്നു. 3-ാം ദിവസം വരുമ്പോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് കളവാണ് കേട്ടോ, ഞാൻ വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്യുന്ന നന്മ എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നബി തങ്ങൾ? അപ്പൊ എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കൂടുതൽ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനോടും പകയില്ല, ഗീബത്തോ നമീമത്തോ അസൂയയോ ഒന്നും എന്റെ ഹൃദയങ്ങളിലില്ല. എല്ലാ സമയത്തും എന്റെ മനസ്സ് ശുദ്ധമാണ്. അതുകൊണ്ട് മാത്രമാണ് എന്നെ ഹബീബാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടും ഗീബത്തും നമീമത്തും ഫസാദും ഫിത്നയും കുഴപ്പങ്ങളും മോശങ്ങളുമാണ് ചെയ്യുന്നതെങ്കിൽ പെട്ട പൂജ അവസാനം ഒന്നുമില്ലാത്തവരെ സ്വർഗത്തിലെത്തും, ഉള്ളവനൊക്കെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും ചെയ്യണ്ടെന്നല്ല, ചെയ്യുന്നവരും എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കാം. അമലുകൾ ചെയ്യുന്നവര് ആഖിറത്തിലെത്തുമ്പോ പാപ്പനമായിരിക്കാം. ആരാണ് മുഫ്ലിസ് എന്ന് ചോദിച്ചു നബി തങ്ങൾ. എനിക്ക് നിങ്ങൾക്ക് അറിയില്ല നബി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആഖിറത്തിലെത്തുമ്പോ ഒരു വിമാനം ആൾക്കാർ ഇങ്ങനെ വരും, കുറെ അമല് ചെയ്താണ്. ആഖിറത്തിലെത്തിയപ്പോ അമലില്ല, അമല് ചെയ്തോനോ ഓനൊന്നുമില്ലാതെ ഒട്ടപ്പൂജത്തിൽ നടക്കാം. ഇവനാണ് പാപ്പര്, ആഖിറത്തിലെ പാപ്പര്. അതുകൊണ്ട് ഇതൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. എല്ലാവരും നന്നാവാണ് പറയുന്ന, ഞാൻ കേൾക്കുന്ന നിങ്ങളും എല്ലാവരും നന്നാവാണ്. അല്ലാഹു നമ്മെ നന്നാക്കട്ടെ, നമ്മുടെ ഹൃദയം അല്ലാഹു നന്നാക്കട്ടെ. എല്ലാവരും ഫാത്തിഹ.
الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا محمد وبارك وسلم عليه وعلى آله أجمعين. أرحم الراحمين يا الله നാം ഓതിയ ഖുർആനിനെ നിങ്ങൾ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മറ്റുള്ള അമ്പിയാക്കളെ ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ ശുഹദാക്കളെ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ് നിന്റെ ഖുദ്റത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധ റഹ്മാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ എല്ലാ അമ്പിയാക്കൾ പൊന്നാര ഹബീബ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മറ്റുള്ള അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ മുഅ്മിനുകൾ മുഅ്മിനാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യമാർ മക്കൾ കുടുംബക്കാര് നാട്ടുകാർ അയൽവാസികൾ നാം സ്നേഹിക്കുന്നവർ നമ്മെ സ്നേഹിക്കുന്നവര് അല്ലാഹുവേ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി നാടിന് വേണ്ടി സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്തവര് ത്യാഗം ചെയ്യുന്നവര് അല്ലാഹുവേ എല്ലാ മുഅ്മിനാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആകാശത്തിൽ ഇറങ്ങി വരുന്ന ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന എല്ലാ മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ക്യാൻസർ, ഷുഗർ, പ്രഷർ, ട്യൂമർ, ഹാർട്ട് രോഗം, കിഡ്നി രോഗം തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന് ഹാസിനികളുടെ ഹസറിൽ നിന്ന് വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഷർ ചെയ്യുന്നവരുടെ ഷറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഷറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.